ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്താൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പോറ്റിക്കൊപ്പം പണമെടുത്തതുകൊണ്ട് അടൂർ പ്രകാശ് പ്രതിയാകുമോ? അങ്ങനെയെങ്കിൽ പിണറായി വിജയനും പ്രതിയാകണമല്ലോ. അദ്ദേഹത്തെ SIT ചോദ്യം ചെയ്യണമല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത് പിണറായി വിജയനാണ്. പിണറായിയുടെ സഹപ്രവർത്തകരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ചേർന്ന് അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയത്. എന്നിട്ടാണോ അതേ പോറ്റിക്കൊപ്പം മുഖ്യമന്ത്രി നിന്നത്? മുഖ്യമന്ത്രി പോറ്റിക്കൊപ്പം നിന്നതിനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ പിണറായി വിജയനെയും ചോദ്യം ചെയ്യണം. സ്വർണം കെട്ടതിൽ നാണം കെട്ട് നിൽക്കുന്നത് ബാലൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സ്വർണം കെട്ടത് CPM ആണ്. അതിൽ മറ്റാരെയും അവർ പങ്കാളികളാക്കിയിട്ടില്ല. 3 CPM നേതാക്കളാണ് സ്വർണം കെട്ടതിന് ജയിലിൽ കിടക്കുന്നത്. സതീശൻ പറഞ്ഞു. ആരോപണം ഉന്നയിച്ച് 84 ദിവസമായിട്ടും കീറക്കടലാസ് പോലും താൻ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ലെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. കോടതിയിൽ കീറക്കടലാസല്ല തെളിവായി ഹാജരാക്കുന്നത്. മന്ത്രിയായിരുന്ന ആൾക്ക് സിവിൽ കോടതിയിലെ നടപടിക്രമങ്ങൾ അറിയില്ലേ? ഇഷ്ടമുള്ളപ്പോൾ തെളിവ് ഹാജരാക്കാനാകില്ല, ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കും. ഒന്നും പറയാനില്ലാത്തോണ്ട് വിളിച്ചു കൂവുകയാണ്. 2 കോടിയുടെ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ച ആളാണ് കേസ് കൊടുത്തപ്പോൾ മാനം 10 ലക്ഷമായി ചുരുക്കിയതെന്നും സതീശൻ പരിഹസിച്ചു. ആഗോള അയ്യപ്പ സംഗമം നടത്തി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് 2019 മുതൽ ശബരിമലയിൽ നടത്തിയ കളവിൻ്റെ പരമ്പരകൾ പുറത്തു വന്നു. കട്ടിളയിലെ ശിവരൂപം പോലും അടിച്ചുകൊണ്ടുപോയി. കോടതി പിടിച്ചില്ലായിരുന്നെങ്കിൽ അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം വരെ ഇവർ അടിച്ചു മാറ്റിയേനെ. മോഷണ പരമ്പരയിൽ ഇവർക്കെല്ലാം പങ്കുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.